എന്നെ കമന്റ് ചെയ്യുക. ഫസ്റ്റ് ടൈം നമ്മുടെ സെഷനിലേക്ക് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഇന്നിപ്പോ നമ്മള് സന്തോഷത്തിനെ കുറിച്ചാണ് സംസാരിക്കാൻ വിചാരിച്ചത് അല്ലെ? ഓക്കെ നുസ്രത്ത്, ഫീൽ ഗുഡ്. ഓക്കെ, നമുക്കപ്പോ ഇന്നത്തെ സെഷൻ തുടങ്ങാം. ഹാപ്പിനെസ്, സന്തോഷത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വിചാരിച്ചത്. എല്ലാവർക്കും സന്തോഷം വേണം അല്ലെ? സന്തോഷം, ഇതിൽ പറഞ്ഞ പോലെ സന്തോഷം ആഗ്രഹിക്കാത്തവർ ആരാണുള്ളത്? പക്ഷെ പലപ്പോഴും നമുക്ക് സന്തോഷം കിട്ടാറില്ല, വേണ്ട വിധത്തില് നമുക്ക് സന്തോഷ ജീവിതം നയിക്കാൻ പറ്റാറില്ല. അത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ അന്വേഷിച്ചു നോക്കുമ്പം അതിന് കുറച്ച് കാരണങ്ങളുണ്ട് അല്ലെ? നമ്മുടെ സന്തോഷത്തിന്റെ രണ്ട് നിയമങ്ങൾ കഴിഞ്ഞ ഓഫ്ലൈൻ സെഷനിൽ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് കമന്റ് ചെയ്യാമോ? ജസ്റ്റ് കമന്റ് ചെയ്യുക. എന്തൊക്കെയാണ് നമ്മുടെ സന്തോഷത്തിന് വേണ്ട? ഫസ്റ്റ്ലി, സന്തോഷമുള്ള ഒരു ലൈഫ് നമുക്ക് വേണമെങ്കിൽ അതിന് പ്രധാനപ്പെട്ട രണ്ട് നിയമങ്ങളുണ്ട് അല്ലെ? അത് നമ്മൾ കഴിഞ്ഞ ഓഫ്ലൈൻ സെഷനിൽ പറഞ്ഞിരുന്നു. ജസ്റ്റ് നിങ്ങൾ കമന്റ് ചെയ്യുക. അതല്ലെങ്കിൽ എന്താന്ന് വെച്ചാല് നിങ്ങൾക്ക് ജസ്റ്റ് ഇതൊരു വീഡിയോ കാണുന്ന എഫക്റ്റ് കിട്ടുകയുള്ളൂ. പിന്നെ മാക്സിമം ആളുകള് പറ്റുമെങ്കിൽ വീഡിയോ ഓൺ ആക്കിയിരിക്കുക. എല്ലാവർക്കും ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല. മാക്സിമം പറ്റാവുന്നവരൊക്കെ വീഡിയോ ഓൺ ആക്കിയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ സന്തോഷത്തിന് ഫസ്റ്റില് നമ്മള് കാണുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അധികം ആൾക്കാരും സന്തോഷത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. എനിക്ക് ലൈഫിൽ സന്തോഷം കിട്ടുന്നില്ല, സമാധാനം കിട്ടുന്നില്ല, അതിന് വേണ്ടിയിട്ട് നമ്മൾ ടൂറ് പോകുന്നു, ട്രിപ്പ് പോകുന്നു, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നു, മൊബൈൽ വീണ്ടും കാണുന്നു, നമുക്കൊരു സമാധാനം ഇല്ല, സന്തോഷമില്ല, അതിന് വേണ്ടിയിട്ട് നമ്മൾ മൊബൈൽ കാണുന്നു അല്ലേ? റീൽസ് കാണുന്നു, വേറെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. ഇതിൽ പ്രശ്നം എന്താ വെച്ചാൽ ഇതിലൂടെ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ശരിക്കും സന്തോഷമല്ല, പ്ലഷർ ആണ്. പ്ലഷർ എന്ന് വെച്ചാല് നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ഒക്കെ മാറിയിട്ടുള്ള ഒരു താൽക്കാലികമായിട്ടുള്ള രക്ഷപ്പെടൽ. നമ്മുടെ പ്രശ്നങ്ങളൊന്നും മാറിയിട്ടില്ല, നമ്മുടെ പരിഭവങ്ങളോ പ്രോബ്ലംസോ മനസ്സിലെ ടെൻഷൻസോ ഡിപ്രഷൻസോ ഒന്നും മാറിയിട്ടില്ല. താൽക്കാലികമായിട്ടുള്ള ഒരു രക്ഷപ്പെടലാണ് ശരിക്കും പ്ലഷർ എന്ന് പറഞ്ഞാൽ. ഇതാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്താൽ കണ്ടീഷൻസ് ആക്കി വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രം, ആളുകൾ ചിരിക്കുമ്പോൾ മാത്രം, അല്ലെങ്കിൽ നമുക്ക് നല്ല എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കുമ്പോൾ മാത്രം നമുക്ക് കിട്ടുന്ന സന്തോഷത്തെ അതിന് നമ്മൾ പ്ലഷർ, എസ്കേപ്പ് എന്നാണ് പറയുക. നമ്മുടെ ശരിയായിട്ടുള്ള സന്തോഷം അല്ല അത്. ഇതിനു വേണ്ടി നമ്മൾ ഒരുപാട് തേടി ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നാൽ, തൽക്കാലം സമാധാനം കിട്ടാൻ വേണ്ടി നമ്മൾ വീണ്ടും വീണ്ടും മൊബൈൽസ് കണ്ടുകൊണ്ടിരുന്നാൽ, റീൽസ് കണ്ടുകൊണ്ടിരുന്നാൽ ശരിയായിട്ടുള്ള സന്തോഷം, ഹാപ്പിനെസ് നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല. നമ്മൾ അതിൽ നിന്നും കൂടുതൽ ദൂരെയായിരിക്കും എത്തുക. കാരണം വേറെ നല്ല സിമ്പിൾ ആണ്. നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് നമ്മൾ പഠിക്കുന്നില്ല, അത് മനസ്സിലാക്കുന്നില്ല. നമ്മൾ അതിൽ നിന്നും തെന്നി തെന്നി മാറി ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പ്രാവശ്യം നമ്മിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി സന്തോഷത്തെ, സന്തോഷമല്ല പ്ലഷറിനെ തേടി പോകുന്നോ അത്രത്തോളം കാലം നമുക്ക് യഥാർത്ഥമായിട്ടുള്ള സന്തോഷം നമ്മൾ മിസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ? ജസ്റ്റ് കമന്റ് എസ് പറഞ്ഞോ, ക്ലിയർ അല്ല ഇപ്പൊ ഈ പറഞ്ഞത്? ഇതാണ് ഫസ്റ്റില് നമ്മൾ പറയുന്ന പോയിന്റ്. പിന്നെ ഇതിന് സന്തോഷം എന്നില്ലേന് ശരിക്കും നമ്മള് കുറെ സയൻസിന്റെ ഇതിലൊക്കെ ഓപ്പറേഷണൽ ഡെഫിനിഷൻ എന്ന് പറയും. എന്ത് കാര്യമായിരുന്നാലും നമ്മൾ അതിൽ ബുക്കിൽ പഠിക്കുമ്പോല്ലേ അതിന് ഒരു ഡെഫിനിഷൻ ഉണ്ടാവും. അത് എന്താണെന്നുള്ള ഒരു സംഭവം എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? എന്ത് സംഭവമായിരുന്നാലും ഡിപ്രഷൻ ആണെങ്കിൽ അതിന് കുറച്ച് കാര്യങ്ങൾ അവർ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ഇന്നതാണ് എന്നുള്ള ഡെഫിനിഷൻ എന്ന് പറയും. എന്താണ് ഇത് എന്നുള്ളത്. അതേപോലെ നമുക്ക് സന്തോഷത്തിന് ഒരു ഡെഫിനിഷൻ കണ്ടെത്തുക എന്ന് വെച്ചാൽ സിമ്പിൾ അല്ല. കാരണം നമ്മൾ അത് ടേസ്റ്റ് ചെയ്ത് അനുഭവിക്കുക തന്നെ വേണം. അധികം ആൾക്കാരും ഇത് അനുഭവിക്കാൻ വേണ്ടി ശ്രമിക്കാറില്ല. നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുക? നമ്മൾ താൽക്കാലികമായിട്ടുള്ള പ്ലഷർ, അതിന് വേണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ഈ പ്ലഷറിന് വേണ്ടി നമ്മൾ ഓടുമ്പോൾ അതിന്റെ പിറകെ നമുക്ക് വരുന്ന വേറൊരു സാധനമുണ്ട്. നിങ്ങൾ എത്രത്തോളം പ്ലഷർ ചെയ്യുന്നോ, എത്രത്തോളം ഈ കാര്യങ്ങളിൽ നിന്നും ഓടി ഒളിച്ച് താൽക്കാലികമായിട്ടുള്ള സന്തോഷവും സമാധാനവും കണ്ടെത്താൻ ശ്രമിക്കുന്നോ, നിങ്ങളുടെ സാഹചര്യങ്ങളിൽ അങ്ങനെ വരുത്താൻ ശ്രമിക്കുന്നുവെങ്കിൽ അതിന്റെ കൂടെ തന്നെ നമുക്ക് ബോണസ് ആയിട്ട് 1-to-1 ഓഫർ ആണിത്. ശരിക്കും 1+1 ഓഫർ ആണിത്. നിങ്ങൾ എത്ര പ്ലഷർ സീക്ക് ചെയ്യുന്നു അത്രത്തോളം പെയിന് നിങ്ങളുടെ കൂടെ വരുന്നു കൊണ്ടേയിരിക്കും. എത്ര ഹൈയിൽ നിങ്ങൾ പ്ലഷർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നോ, ആത്മാർത്ഥമായിട്ട് അങ്ങനത്തെ താൽക്കാലികമായിട്ട് സന്തോഷങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, അത്രത്തോളം പെയിനും ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും നിങ്ങളുടെ മനസ്സിൽ വരും. കാരണം ഒരു ഉയർച്ച നിങ്ങൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന സിന്തറ്റിക് ആയിട്ടുള്ള ഹാപ്പിനെസ് നമ്മൾ പറയും.
സിന്തറ്റിക് ആയിട്ടുള്ള ഹാപ്പിനെസ് ഉണ്ടാക്കുന്നു അത്രത്തോളം താഴ്ചയും വരും. ശരിയായിട്ടുള്ള ഹാപ്പിനെസ് എന്ന് പറഞ്ഞാല് നമുക്ക് കാരണങ്ങളൊന്നും വേണ്ട, സാഹചര്യങ്ങളൊന്നും വേണ്ട, എല്ലാം എതിരായിരുന്നാലും നമ്മുടെ മനസ്സിന്റെ അകത്ത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ആ ഒരു സമാധാനത്തിനെയാണ് ശരിക്കും ഹാപ്പിനെസ് എന്ന് പറയുക. അതല്ലാത്തതൊക്കെ താൽക്കാലികമാണ്. മറ്റുള്ളവർ നമ്മളോട് നന്നായിട്ട് പെരുമാറുമ്പം കാര്യങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന സന്തോഷങ്ങളൊക്കെ ഇത്തരം താൽക്കാലികമായിട്ടുള്ള സന്തോഷങ്ങളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിലേക്ക് എത്തിപ്പെടാനുള്ള സംഭവങ്ങൾ എന്തൊക്കെ എന്നുള്ളത് നോക്കാം. കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റില് നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ചില സംഭവങ്ങളുടെ ആൾക്കാർ നമ്മളോട് നല്ലത് പറയുമ്പോൾ, നമ്മളോട് അപ്രിഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുന്നുണ്ട്. നമ്മളത് പറയണം, നമ്മൾ അത് ആദ്യം സ്വയം അംഗീകരിക്കണം. ചില ആളുകളുണ്ട് ഇത്തരം ആരെന്ത് പറഞ്ഞാലും എനിക്കതൊന്നും വിഷയമല്ല, എന്നെ ബാധിക്കുന്നില്ല എന്നൊക്കെ പറയും. പക്ഷെ അവരുടെ ഉള്ളിൽ ബാധിക്കുന്നുണ്ടായിരിക്കും, അല്ലെ? ബാക്കിയുള്ളവർ അപ്രിഷിയേറ്റ് ചെയ്യുന്നില്ല, ഒരു നല്ല വാക്കെങ്കിലും അവർക്ക് പറയായിരുന്നു, ഞാൻ ഇത്രയും കാര്യമൊക്കെ ചെയ്തു കൊടുത്തിട്ട് എന്ന് ഉള്ളിലുണ്ടായിരിക്കും. പക്ഷെ പുറത്തൊന്നും പ്രകടിപ്പിക്കില്ല. എനിക്കിതൊന്നും വിഷയമല്ല എന്ന് പറയുന്ന ഒരു മനോഭാവമായിരിക്കും. ഇതിലൊരു പ്രശ്നം എന്താ വെച്ചാല് നമ്മുടെ അകത്തും ഉള്ളിലും രണ്ട് ഇമോഷൻസ് ആണ് നമ്മൾ കൊണ്ട് നടക്കുന്നത്. ഇത് പാടില്ല. ഇത്തരത്തില് നമുക്ക് നിങ്ങൾ എന്നെ അപ്രിഷിയേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ എനർജി കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മളത് പ്രകടിപ്പിക്കണം, പറയണം. എങ്കിലേ ബാക്കിയുള്ളവർക്ക് അത് മനസ്സിലാവുള്ളൂ, അല്ലെ? നമ്മുടെ ശരിക്കും മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു സാമൂഹിക ജീവിയാണ്. സമൂഹത്തിൽ ജീവിക്കാൻ വേണ്ട രീതിയിലാണ് നമ്മുടെ മനസ്സ് പാകപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. അപ്പൊ അതിലുള്ള കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കണം. ബാക്കിയുള്ളവർ അപ്രിഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എനർജി വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് വേണം? ആരെങ്കിലും അധികം ആൾക്കാർക്കും ഇല്ലാത്തൊരു സ്വഭാവമാണ് അപ്രിഷിയേറ്റ് ചെയ്യുമ്പോൾ തിരിച്ച് താങ്ക് യു പറയൊന്നുമില്ല. ഓക്കെ 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 ആയിരുന്നു പോകും. അങ്ങനെയല്ല, അത് നിങ്ങൾ അംഗീകരിക്കണം. അവർ അപ്രിഷിയേറ്റ് ചെയ്തത് ചിലപ്പോൾ കളിയാക്കുന്നതായിരിക്കും, അതെന്തോ ആയിക്കോട്ടെ. പക്ഷെ നമ്മൾ ആ കാര്യങ്ങളിൽ എപ്പോഴും പോസിറ്റീവ് മൈൻഡ് സെറ്റിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ അതിൽ പോസിറ്റീവേ നമ്മൾ പരുതുള്ളൂ. നമുക്ക് അതിൽ ഫോക്കസ് ചെയ്യാൻ സമയമുള്ളൂ. ബാക്കിയുള്ളത് അവിടേക്ക് എന്തും നടന്നോട്ടെ, അതില് നമ്മളെ ആത്മാർത്ഥമായിട്ട്, അതല്ലെങ്കിൽ എങ്ങനെയായിക്കോട്ടെ, നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുന്നവരെ നമ്മൾ തിരിച്ച് താങ്ക് യു പറയണം. അത് നമ്മൾ അംഗീകരിക്കണം ഒന്നാമത്തേതായിട്ട്. കാരണം നമ്മൾ ജീവിക്കുന്നത് ഒരു സമൂഹത്തിലാണ്. ആ സാമൂഹികപരമായിട്ടുള്ള മാനസികപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉണ്ടായിരിക്കും. അത് നമ്മൾ അംഗീകരിച്ചുകൊണ്ട് അതിന്റെ കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം ഒന്നാമത്തേതായിട്ട്. രണ്ടാമത്തേതായിട്ട് നമ്മുടെ ഗോൾസ്, നമ്മുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് നമ്മൾ എത്രത്തോളം തെന്നിപ്പോകുന്നു. ഗോൾസിൽ നിന്നും തെന്നിപ്പോവാൻ അതിന്റെ അർത്ഥം നമ്മൾ പ്ലഷർ സീക്ക് ചെയ്യുന്നു, താൽക്കാലികമായിട്ടുള്ള സന്തോഷം സമാധാനങ്ങളിലേക്ക് കൂടുതലായിട്ട് പോകുന്നു. അത്രത്തോളം യാഥാർത്ഥ്യമായിട്ടുള്ള നമ്മുടെ ഗോൾസിൽ നിന്നും നമ്മൾ പോകുന്നിടത്തോളം സമയം നമ്മുടെ സമാധാനം സന്തോഷം പോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് എന്താണ് ലൈഫിൽ, ഇതിനു മുന്നേ നമ്മൾ മെഡിറ്റേഷൻ സെഷനിൽ നിങ്ങൾ ഓർത്ത നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, അതിലേക്ക് നമ്മുടെ മാക്സിമം ഡോപാമൈൻ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ, നമ്മുടെ ഡോപാമൈനൊക്കെ പല സ്ഥലത്തേക്കും പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സമാധാനമല്ല, സന്തോഷത്തിലേക്കല്ല നമ്മൾ എത്തിപ്പെടുക. നമ്മൾ റിഗ്രറ്റിലേക്കായിരിക്കും, സമയം നഷ്ടപ്പെടുത്തിയതിന്റെ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിട്ടും നമ്മൾ താൽക്കാലികമായിട്ട് സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ പിറകെ പോയതിനുള്ള ഒരു റിഗ്രറ്റ് ആയിരിക്കും, കുറ്റബോധമായിരിക്കും നമ്മളിൽ വരുള്ളൂ. സന്തോഷത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് അകലെ പോകുക മാത്രമേ സംഭവിക്കുള്ളൂ. അല്ല, ക്ലിയർ അല്ല ഞാൻ പറഞ്ഞത്? അഗെയിൻ കമന്റ് ചെയ്യുക യെസ് ഓർ നോ. ഓക്കെ, പിന്നെ പറയും സന്തോഷത്തിന് പൈസ, അല്ലെ? പൈസ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണെന്ന് പറയും. ചിലർ പറയും പൈസ മണി കാൻ ബൈ ഹാപ്പിനെസ് എന്ന് പറയും. സന്തോഷത്തെ പൈസക്ക് നേടിയെടുക്കാൻ പറ്റില്ല എന്ന് പറയും. ജസ്റ്റ് കമന്റ് ചെയ്യുക വാട്ട് ഇസ് യുവർ ഒപ്പീനിയൻ. പൈസക്ക് സന്തോഷത്തെ മേടിച്ചെടുക്കാൻ പറ്റുമോ, വാങ്ങിയെടുക്കാൻ പറ്റുമോ? ജസ്റ്റ് കമന്റ് ചെയ്യുക. മണി കാൻ ബൈ ഹാപ്പിനെസ് എന്നൊക്കെ ചിലർ പറയുന്ന ഒരു സംഭവമാണ്. പിന്നെ ആ പോയിന്റിലേക്ക് ഞാൻ വരാം. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ജസ്റ്റ് കമന്റ് ചെയ്യുക വാട്ട് ഇസ് യുവർ ഒപ്പീനിയൻ. ക്യാൻ മണി ബൈ ഹാപ്പിനെസ് വാങ്ങിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത്? ഇല്ല. ഓക്കെ അസ്മ, പറ്റും. ഓക്കെ, ജസ്റ്റ് കമന്റ് ചെയ്യുക.
ലൈഫിൽ ഡെയിലി ഹാപ്പിനെസ് നിലനിർത്താനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിന് മുന്നത്തെ സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ വലിയ ചാരിറ്റികളും ഗിവ് അവേസ് ഒന്നും കൊടുക്കേണ്ട. അല്ല, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ എവിടെ എടുത്ത് നോക്കിയാലും ഗിവ് അവേ ആണ്, ഗിവ് അവേ, ഗിവ് അവേ. പണവും ഒരു സന്തോഷത്തിനുള്ള കാരണമാണ്. ഒക്കെ കുറച്ചൊക്കെ പറ്റും. ഒക്കെ ചെറിയ രീതിയിലെങ്കിലും നിങ്ങൾ ചാരിറ്റി ചെയ്യണം. 5 രൂപയായിരിക്കാം, ചെറിയ പൈസ ആയിരിക്കാം, അത് എന്തോ ആയിക്കോട്ടെ. നമ്മളെ കൊണ്ട് പറ്റാവുന്ന ഒന്ന്, നമ്മുടെ കൊണ്ട് എത്രയാണോ സാധിക്കുന്നത് അത്ര ചെറിയൊരു എമൗണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങൾക്ക് വേണ്ടാത്ത സാധനങ്ങളോ നിങ്ങൾക്ക് അത്ര ഉപയോഗമില്ലാത്ത സാധനങ്ങൾ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ എടുത്ത് കൊടുക്കണം. നിങ്ങളുടെ കൈ കൊണ്ട് എടുത്ത് മറ്റുള്ളവർക്ക് നിങ്ങൾ കൊടുക്കണം. ദാനം ചെയ്യുക എന്ന് നമ്മൾ പറയും, അല്ലെ? ധർമ്മം ചെയ്യണം നിങ്ങൾ. ചെറിയ പൈസ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല. ചെറിയ പൈസ ആയിരുന്നാലും നമ്മുടെ കയ്യിലുള്ള എത്രയാണോ ചെറുത് അതൊക്കെ ആയിരുന്നാലും നിങ്ങൾ എടുത്ത് കൊടുക്കണം. ഇത് കൊടുക്കുമ്പം നമ്മുടെ മനസ്സിൽ എന്തുണ്ടെന്ന് അറിയോ? ഒരു അബണ്ടൻസ് ഫീലിംഗ്, അല്ലെ? നമ്മളിങ്ങനെ ഇറുക്കി പിടിക്കുന്ന ഒരു ഫീലിങ്സ് നമ്മുടെ മനസ്സിൽ നിന്ന് കുറയും, അത് മാറും. അത് ശരിക്കും ഒരു റിച്ച് മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ എത്തിക്കാൻ സഹായിക്കും. ചെറിയ പൈസ ആയിക്കോട്ടെ, ചെറുതായിക്കോട്ടെ, എത്രയാണ് എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല. അത് കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന അബണ്ടൻസ് ഫീലിംഗ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് അത് അവർക്ക് ഉപകാരപ്പെടട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി നമ്മൾ കൊടുക്കണം. എന്നും ചെറിയൊരു ചാരിറ്റിങ്ങൾ നമ്മൾ ചെയ്യുക. ഓക്കെ, കുറച്ചൊക്കെ പറ്റും. ഓക്കെ, മണി കാൻ ബൈ ഹാപ്പിനെസ്. സന്തോഷം പൈസ കൊടുത്ത് നമുക്ക് വാങ്ങാൻ പറ്റില്ല, പക്ഷെ അതിന്റെ കുറെ കാര്യങ്ങള് നമ്മുടെ പ്രശ്നങ്ങളെ റിലീവ് ചെയ്യാനായിട്ട് കുറെ കാര്യങ്ങൾ. കാരണം പൈസക്ക് പകരം പൈസ തന്നെ വേണം നമുക്ക്, അല്ലെ? പൈസ സന്തോഷം ഉണ്ടായത് കൊണ്ടോ ബാക്കിയുള്ള സംഭവങ്ങൾ ഉണ്ടായത് കൊണ്ടോ നമുക്ക് പൈസക്ക് പകരം വെക്കാൻ പറ്റില്ല. പൈസക്ക് നമുക്ക് പൈസ തന്നെ വേണം. ഓക്കെ ഓക്കെ, അത് തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം. പിന്നെ നമുക്ക് സന്തോഷം കൊണ്ടുവരാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇപ്പൊ പ്രസന്റ് സിറ്റുവേഷനിൽ നമുക്ക് സന്തോഷമില്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സിൽ, നമുക്ക് ചുറ്റുപാട് എന്നുള്ള നമ്മുടെ വീടില് ബാക്കി സാഹചര്യങ്ങളില് നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്നുള്ളത്. കൊച്ചു കൊച്ചു മാറ്റങ്ങളായിരിക്കാം, കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളായിരിക്കാം, പക്ഷെ അത് നമ്മൾ മാറ്റാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ ലൈഫിൽ സന്തോഷം സമാധാനം കുറെയൊക്കെ തിരിച്ചു വരും എന്നാണ് പറയുക. നമ്മുടെ ലൈഫിൽ ചുറ്റുമുള്ള സംഭവങ്ങളിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ സന്തോഷം കൊണ്ടുപോകുന്നത്? ചിലപ്പോൾ നമ്മൾ പറയുന്ന നമ്മുടെ മൊബൈൽ ഫോൺ ആയിരിക്കാം, അല്ലെ? നമ്മൾ പാരന്റൽ കൺട്രോൾ സെറ്റിംഗ്സിൽ പോയി നോക്കിയിരുന്നല്ലേ? നിങ്ങൾ രാത്രി എടുത്ത് നോക്കുക. അന്ന് നമ്മുടെ ഓഫ്ലൈൻ സെഷനിൽ നമ്മൾ ഏറ്റവും രാവിലെ തന്നെയായിരുന്നു എടുത്തു നോക്കിയിരുന്നത്. രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആ സെറ്റിംഗ്സ് ഓർമ്മയില്ലേ? ജസ്റ്റ് കമന്റ് ചെയ്യൂ, എന്തായിരുന്നു നമ്മൾ പറഞ്ഞ സെറ്റിംഗ്സ്? ഡിജിറ്റൽ വെൽബീങ് ആൻഡ് പാരന്റൽ കൺട്രോൾ. ആ സെറ്റിംഗ്സിൽ പോയി നിങ്ങൾ ഒരു ദിവസം എത്ര മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ എടുത്തു നോക്കുക ഒരു ദിവസം. നമ്മൾ ഇതിങ്ങനെ സങ്കടങ്ങള് പ്രശ്നങ്ങളൊന്നും അവസാനിക്കുന്നില്ല, തീരുന്നില്ല. വേറെന്താ ചെയ്യാ? തൽക്കാലം ഇതിങ്ങനെ ആലോചിച്ചിരുന്നിട്ട് തല പെരുക്കുന്നു. ഓട്ടോമാറ്റിക്കലി മൊബൈൽസ് ഇങ്ങനെ നോക്കാൻ തുടങ്ങും. നമ്മൾ റീൽസ് എടുക്കുന്നു, യൂട്യൂബ് വീഡിയോസ് എടുക്കുന്നു, അതെടുക്കുന്നു, ഇതെടുക്കുന്നു, അത് ഇങ്ങനെ കാണാൻ തുടങ്ങും. ഓട്ടോമാറ്റിക്കലി നമ്മൾ യഥാർത്ഥമായിട്ടുള്ള സന്തോഷത്തിൽ നിന്നും ദൂരെ പോവുക ചെയ്യുന്നത്. ആ സന്തോഷത്തിൽ നിന്നും മാറിയിട്ട് നമ്മുടെ ഗോൾസിൽ നിന്നും ഡോപാമൈന് വ്യതിചലിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ വീട്ടില് ഇപ്പൊ പ്രത്യേകിച്ച് നമ്മള് ഈ കമ്പോള സംസ്കാരം നമ്മൾ പറയും, കൺസ്യൂമർ സൊസൈറ്റി എന്ന് നമ്മൾ പറയും. ഈ ഒരു ഏജിലുള്ള ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാല് ഒരുപാട് സംഭവങ്ങള് നമ്മുടെ വീട്ടിൽ അനാവശ്യമായിട്ട്, ചിലപ്പോ സെയിൽസ്മാൻമാർക്ക് വേണ്ടിയിട്ട് അവര് പറഞ്ഞ് നമ്മളെ ചാക്കിലിട്ട കൊണ്ട്, അത് അത് മൊത്തത്തിലുള്ള പ്രശ്നമാണ് കേട്ടോ. സെയിൽസ്മാൻമാരുടെ മാത്രം ഞാൻ കുറ്റം പറയുന്നതല്ല, പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ അനാവശ്യമായിട്ട് ഒരുപാട് സംഭവങ്ങൾ പർച്ചേസ് ചെയ്യും, അല്ലെ? നമ്മൾ തന്നെ ഒരുപാട് അഡ്വർടൈസ്മെന്റ് കണ്ട് ഒക്കെ ആയിട്ട് വീട്ടില്, നമ്മുടെ വീട്ടില് അധിക വീടുകളിലും നമ്മളൊന്ന് കണക്കെടുത്ത് നോക്കിയാല് ഒരു ആക്രിക്കടക്ക് സമാനമായിട്ട് ഒരുപാട് ആവശ്യമില്ലാത്ത സംഭവങ്ങൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാവും. നമ്മള് ഒരുപാട് നമുക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിച്ച് വലിയ ക്യാഷ് ഒക്കെ കൊടുത്ത് കൊണ്ടുവന്നിട്ട് ജീവിതത്തിൽ ഒരു തവണയോ 2 തവണയോ ചിലപ്പോൾ അതുപോലും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടായിരിക്കും, അല്ലേ? ഇത് നമ്മള് മിനിമലിസം കൺസെപ്റ്റ് എന്നാണ് പറയുക. ഇത്തരത്തിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാവും. നിങ്ങൾ അതൊക്കെ ഒന്ന് ലിസ്റ്റ് എടുക്കണം. കഴിഞ്ഞ ഒരു മാസം നമ്മൾ ഉപയോഗിച്ചിട്ടേ ഇല്ലാത്ത സംഭവങ്ങൾ ഉണ്ടെങ്കിൽ
നമുക്ക് ചെയ്യാനുള്ളത് മിനിമലിസം കൺസെപ്റ്റിൽ പറയുന്നത്, നിങ്ങൾ അതൊക്കെ ഒരു പെട്ടിയിലെടുത്ത് താൽക്കാലികമായിട്ട് മാറ്റി വെക്കണം. നമ്മുടെ ചുറ്റും ആവശ്യമില്ലാത്ത ഒരുപാട് സംഭവങ്ങള്, സാമഗ്രികളൊക്കെ ഇങ്ങനെ കടന്നുകൊണ്ടിരുന്നാൽ അതൊക്കെ നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകും. നമ്മുടെ ശ്രദ്ധ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്തില്ലെങ്കിൽ സമാധാനം കിട്ടില്ല. അതിലേക്കൊക്കെ നമ്മുടെ ശ്രദ്ധ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സന്തോഷവും, നമ്മുടെ ഡൊപാമൈൻ അല്ലെ, ഡൊപാമൈൻ ഉണ്ടെങ്കിലേ നമുക്ക് ഗോൾസിലേക്ക് പോകാൻ പറ്റുള്ളൂ, ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ. ഇതൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങൾ അതൊക്കെ എടുത്ത് മാറ്റുക. പറ്റാവുന്നത്ര സംഭവങ്ങൾ, ഒരുപാട് ആക്രി സാധനങ്ങളുടെ വീട്ടിലുണ്ടാവും അല്ലേ? ജസ്റ്റ് നിങ്ങൾ യോജിക്കുന്നില്ല ഈ പോയിന്റിനോട്? ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും ഒട്ടുമിക്ക ആളുകളുടെ വീട്ടിലും. ആവശ്യമില്ലാത്ത ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ചുറ്റും ഉണ്ടാവും. നിങ്ങളിപ്പോ ഇരിക്കുന്ന റൂമിൽ തന്നെ ഒന്ന് കണ്ണോടിച്ചാൽ മതി. കഴിഞ്ഞ ഒരു മാസത്തോളം അതല്ലെങ്കിൽ അതിലേറെ സമയമായിട്ട് നമ്മൾ ഉപയോഗിക്കാത്ത ഒരുപാട് സംഭവങ്ങൾ അടുക്കള എടുത്തു നോക്കിയാൽ അത് തന്നെയായിരിക്കും കൂടുതലായിട്ടുണ്ടാവുക. കുറച്ച് സംഭവങ്ങളും പാത്രങ്ങളും സാമഗ്രികളെ നമുക്ക് ഡെയിലി യൂസിന് ആവശ്യമുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ അങ്ങോട്ട് നിരത്തി കംപ്ലീറ്റ് ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കുറച്ചെടുത്ത് മാറ്റുക. അതായത് പുറത്തേക്ക് എറിയണം എന്നല്ല കേട്ടോ, ജസ്റ്റ് ഒരു പെട്ടിയിലോ എവിടെയാണോ എന്നുള്ളത് ജസ്റ്റ് നിങ്ങളുടെ ഡയറക്റ്റ് കാണുന്ന സ്ഥലത്ത് നിന്നും തൽക്കാലം എടുത്ത് മാറ്റുക. ജസ്റ്റ് കമന്റ് ചെയ്യുക യെസ് ഓർ നോ. ഈ പോയിന്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ലേ? അത് അതേപോലത്തെ സംഭവങ്ങളൊന്നും ഇല്ലേ വീട്ടിൽ? കംപ്ലീറ്റ് ക്ലീൻ ആൻഡ് ക്ലിയർ ആണോ നിങ്ങളുടെ വീട് കംപ്ലീറ്റ് ആയിട്ട്? അങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാം കേട്ടോ. കംപ്ലീറ്റ് ക്ലീൻ ആൻഡ് ക്ലിയർ ആണോ നിങ്ങളുടെ വീടുള്ളത്? പിന്നെ സന്തോഷത്തിനുള്ള, നമ്മുടെ അകത്തുള്ള സന്തോഷത്തെ ഓട്ടോമാറ്റിക്കലി ഉണർത്താനുള്ള മറ്റൊരു മാർഗം എന്നുള്ളതാണ് നമ്മുടെ റിലേഷൻസിനെ ഭംഗിയായിട്ട് നിലനിർത്താൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒന്നാണ്, നമ്മൾ പരസ്പരം ടച്ച് ചെയ്യണം. ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും, അത് കൈ കൊടുക്കലായിരിക്കാം, കയ്യിൽ കിസ് ചെയ്യുന്നതായിരിക്കാം, അത് എന്തോ ആയിക്കോട്ടെ, പരസ്പരം ടച്ച് ചെയ്യണം ദിവസവും. അത് നിങ്ങളുടെ കൈ കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ ടച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കൈകളെ, നമ്മുടെ ബോഡി പരസ്പരം ടച്ച് ചെയ്യുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹാപ്പി ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അല്ലെ? അതിൻ്റെയൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരുന്നു. അത് നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ ഓക്കെ സുമേഷ്, യെസ്. ബാക്കിയുള്ളവരുടെ വീട്ടിലൊന്നും അങ്ങനെ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഓക്കെ. അതല്ലെങ്കിൽ വീട്ടിലുള്ള അനാവശ്യമായിട്ടുള്ള സാമഗ്രികൾ, ആക്രി സമാനമായിട്ടുള്ള സാമഗ്രികൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് അത് എടുത്ത് മാറ്റണം. അത് നമ്മുടെ സന്തോഷ സമാധാനം എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് നമ്മളറിയാതെ നമ്മളൊരു കമ്പോളത്തിന്റെ, ഈ ഒരു കൺസ്യൂമറിസത്തിന്റെ ഭാഗമാവുകയാണ്. ഈ കൺസ്യൂമറിസം നമ്മുടെ പൈസ മാത്രമല്ല എടുത്തുകൊണ്ടത്, നമ്മുടെ സമയം എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ സമാധാനവും സന്തോഷവും എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ സന്തോഷ സമാധാനം എടുത്തു കൊണ്ടുപോകുന്ന എന്തിനാണ്? ഓട്ടോമാറ്റിക്കലി നമ്മൾ സന്തോഷത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി അടുത്ത പ്രോഡക്റ്റ് വാങ്ങും അല്ലെ? വീണ്ടും വീണ്ടും നമ്മൾ ഇതിങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കും സന്തോഷം സമാധാനം കിട്ടാൻ വേണ്ടി. ഒരിക്കലും നിങ്ങൾ ഇപ്പൊ ഇവിടെ നമ്മൾ എഴുതിയതുപോലെ നമുക്ക് ഈ സന്തോഷം സമാധാനവും സാമഗ്രികൾ വാങ്ങിയത് കൊണ്ട് നമുക്ക് കിട്ടില്ല. പുതിയ പുതിയ പ്രൊഡക്ട്സ്, ഏറ്റവും ഒതന്റിക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് നമ്മുടെ കയ്യിൽ കിട്ടിയത് കൊണ്ട് നമുക്ക് സന്തോഷവും സമാധാനവും വരാൻ പോകുന്നില്ല. ജീവിക്കാൻ അത്യാവശ്യത്തിന് പൈസ വേണം, ആവശ്യത്തിന് പൈസ ഇല്ലെങ്കിൽ അത് നമ്മുടെ സമാധാനം കൊണ്ടുപോകും. പക്ഷെ പൈസ കൊടുത്ത് നമുക്ക് ഒരിക്കലും അങ്ങാടിയിൽ നിന്നും സമാധാനം വാങ്ങാൻ കിട്ടില്ല. അത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ സന്തോഷം വാങ്ങാൻ കിട്ടില്ല. അത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ആത്മാർത്ഥമായിട്ട് ഉണ്ടായി വരേണ്ട ഒന്നാണ്. നമ്മുടെ ടെൻഷൻസ്, ബാക്കി പ്രശ്നങ്ങളൊക്കെ റിലീവ് ആയിട്ട്, നമ്മുടെ ഗോൾസ് ഓറിയന്റഡ് ആയിട്ട് നമ്മുടെ ഡോപാമൈൻ പ്രവർത്തിക്കുമ്പോൾ, നമ്മുടെ ചിന്തകൾ പ്രവർത്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിന്റെ അകത്ത് സന്തോഷം വരും, സമാധാനം വരും. അതാണ് ശരിയായിട്ടുള്ള സമാധാനം. ഓക്കെ, ക്ലിയർ അല്ല ഞാൻ പറഞ്ഞത്? 2-3 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇതൊന്നും അല്ല പലപ്പോഴും സംഭവിക്കുന്നത്. താൽക്കാലികമായിട്ട് നമുക്ക് സന്തോഷം കിട്ടാൻ വേണ്ടി, ടെൻഷൻസ് ഒക്കെ മാറാൻ വേണ്ടി, നമ്മുടെ പരിഭവങ്ങള്, പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കാൻ വേണ്ടി തൽക്കാലം നമ്മൾ സന്തോഷിക്കുന്നു അല്ലെ? ഉള്ളിലുള്ള വിഷമങ്ങളൊക്കെ മറന്ന് നമ്മൾ ചിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. തൽക്കാലം നമുക്ക് സമാധാനം കിട്ടും, സന്തോഷം കിട്ടും. പക്ഷെ നമ്മൾ ആ ഉള്ളിലെ പ്രശ്നങ്ങൾ എടുത്ത് അതിനെ അഡ്രസ്സ് ചെയ്തിട്ട് അതിനെ മാറ്റുക തന്നെ വേണം. അതിനെ ഓരോന്നെടുത്ത് മാറ്റുക, റിലീസ് ചെയ്യ തന്നെ വേണം.
അതല്ലെങ്കിൽ മാറില്ല പ്രശ്നം. ഈ പ്രശ്നങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടക്കും. നമ്മൾ എവിടെ പോയി വന്നാലും, നമ്മൾ അമേരിക്കയിൽ പോയി തിരിച്ചു വന്നാലും, യൂറോപ്പിൽ പോയി തിരിച്ചു വന്നാലും ഈ പ്രശ്നം ഇവിടെ തന്നെ കിടക്കും നമ്മുടെ മനസ്സിന്റെ ഉള്ളില്. നമ്മുടെ ചുറ്റുപാടായിരുന്നു പ്രശ്നമെങ്കിൽ, നമ്മുടെ സാഹചര്യങ്ങളാണ്, ബന്ധുക്കളായിരുന്നു പ്രശ്നമെങ്കിൽ നമുക്കത് മാറ്റി വേറെ എവിടേക്കെങ്കിലും പോവായിരുന്നു. പുതിയ സ്ഥലത്ത് താമസം തുടങ്ങിയാലേ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള പ്രശ്നത്തെ നമ്മൾ എവിടെ കൊണ്ടുപോയി കളയും? നമ്മൾ എങ്ങോട്ട് ഓടിയാലും, നിങ്ങളുടെ വിഷമങ്ങൾ മറന്ന് നിങ്ങൾ എത്ര ചിരിച്ചാലും വിഷമം നമ്മൾ അത് എടുത്ത് ഹീല് ചെയ്ത് ഒഴിവാക്കുക തന്നെ വേണം. അതാണ് നമ്മൾ പറയുന്ന രണ്ടാമത്തെ റൂള്. നമ്മുടെ വിഷമങ്ങളെ ഒഴിവാക്കി അതിനെ മാറ്റി നമ്മൾ ഓടിപ്പോവരുത്. അതിനെ അഡ്രസ്സ് ചെയ്യ തന്നെ വേണം. എന്തുകൊണ്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായി, ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യ തന്നെ വേണം. അതല്ലെങ്കിൽ ഇത് മാറിപ്പോവില്ല. അതല്ലെങ്കിൽ നമുക്ക് താൽക്കാലികമായിട്ട് ഒരുപാട് ടെൻഷൻസ് ഒക്കെ ഒന്നിച്ചു വരുന്നു, ഇത് ഫ്യൂസ് പോകുന്ന അവസ്ഥയിലാണെങ്കിൽ താൽക്കാലികമായിട്ട് നമുക്ക് ശ്രദ്ധ തെറ്റാം, ശ്രദ്ധ മാറ്റാം, ഇറ്റ്സ് ഓക്കെ ആണ്. പക്ഷെ തിരിച്ചു കൊണ്ടുവന്ന് ഇതെടുത്ത് ഹീല് ചെയ്യ തന്നെ വേണം. അതാണ് നമ്മൾ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്കിൽ EFT ചെയ്യുന്നത്. പ്രശ്നങ്ങൾ എടുത്ത് ഹീല് ചെയ്യുകയാണ്. ഇതിന്റെ ഓരോ പ്രശ്നങ്ങളും നമ്മൾ പതുക്കെ എടുത്ത് ഹീല് ചെയ്ത് ഒഴിവാക്കേണ്ടതുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? ഇത്രയും കാര്യങ്ങളാണ് ഹാപ്പിനെസ്സിൽ ബേസിക് ആയിട്ട് പറയാനുള്ളത്. വളരെ ബേസിക് ആയിട്ടുള്ള റൂൾ ഇത് മാത്രമാണ് നമ്മൾ അംഗീകരിക്കണം. മനസ്സിന്റെ ഉള്ളിലാണുള്ളത്, പുറത്തല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം. ഇത്രയും കാലം ചിലപ്പോൾ നമ്മൾ പുറത്തായിരിക്കും തപ്പിക്കൊണ്ടിരുന്നത്. അവിടെ അവരാണ് പ്രശ്നം, ഇതാണ് പ്രശ്നം, അതാണ് പ്രശ്നം എന്ന് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടായിരിക്കും. അതല്ല പ്രശ്നം. അത് നമ്മുടെ ചിന്തകൾ മാത്രമാണ്. നമ്മുടെ മനസ്സിനൊരു സ്വഭാവമുണ്ട്, രക്ഷപ്പെടാൻ വേണ്ടി ബാക്കിയുള്ളവരെ നമ്മുടെ മനസ്സ് പറയും, അവരങ്ങനെ ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ആയത്, അവരെന്നെ പരിഗണിച്ചില്ല, ഞാൻ ഇത്രയും കാലം വർക്ക് ചെയ്തിട്ട് എന്റെ പൈസ അവർക്ക് വേണ്ടിയിരുന്നു, ഇപ്പൊ എന്റെ പൈസ ഇല്ലാത്തപ്പോ ആർക്കും എന്നെ വേണ്ട. അല്ലെ? പ്രവാസികളായ ആളുകൾ അധികം പറയുന്നത് ഇതാണ്. ഇങ്ങനെയല്ല. നമ്മൾ സന്തോഷിക്കുന്നില്ലെങ്കിൽ, നമുക്ക് സമാധാനം കിട്ടുന്നതില്ലെങ്കിൽ പ്രശ്നം നമ്മുടെ മനസ്സിന്റെ മാത്രമാണ്, ബാക്കിയുള്ള സാഹചര്യങ്ങളല്ല. ബാക്കിയുള്ള സാഹചര്യങ്ങൾ അതിനുള്ള ഒരു ട്രിഗറിങ് ഫാക്ടർ അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. യഥാർത്ഥ പ്രശ്നം നമ്മുടെ മനസ്സിന്റെ ഉള്ളിലാണ്. അത് ആത്മാർത്ഥമായിട്ട് നമ്മുടെ മനസ്സിൽ എന്നും മനസ്സിലാവുന്നു. അന്ന് മുതലാണ് ശരിക്കും നമ്മളുള്ള തിരിച്ചുള്ള ആ ടേണിലുള്ള യാത്ര ആരംഭിക്കുന്നത്. ഓക്കെ, ഇന്നത്തെ സെഷൻ നമുക്ക് നിർത്താം. ക്ലിയർ ആയി എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഓക്കെ, നമ്മുടെ ഡോപാമൈൻ എത്ര നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് കൊണ്ടുപോകുന്നു അത്രത്തോളം നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക്, അത് തന്നെയാണ് നമ്മുടെ സന്തോഷം. നമ്മൾ താൽക്കാലികമായിട്ട് ഡിസ്ട്രാക്ഷന് പോകും. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും, മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ, നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ താൽക്കാലിക എന്ത് ചെയ്ത് ഇതൊന്നും ചെയ്യണ്ട എന്നല്ല, പക്ഷെ നമ്മൾ അവെയർ ആയിരിക്കണം. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷമില്ല, അത് യഥാർത്ഥമായിട്ടുള്ള സന്തോഷമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? നമ്മൾ ആ സിറ്റുവേഷനിൽ ഓവറായിട്ട് സന്തോഷിക്കുന്നത് മനസ്സ് കുറക്കും. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡോപാമൈൻ ആവശ്യമുള്ള ഏരിയാസിലേക്ക് ഫോക്കസ് ചെയ്യാൻ കുറച്ചും കൂടി അധികം ഡോപാമൈൻ നമ്മുടെ കൈകളിൽ ഉണ്ടായിരിക്കും. ഓക്കെ ലത, ഓക്കെ, താങ്ക് യു ആൾ. ഇന്നത്തെ സെഷൻ നമുക്ക് നിർത്താം. ഓക്കെ.